ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അഭിമുഖീകരിക്കുന്ന ഒരു മെയിൻ അസുഖമാണ്. അതായത് ഞാനൊരു ശിശുരോഗ വിദഗ്ധനാണ്. എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഏറ്റവും അധികം എനിക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു അസുഖമാണ് കുട്ടികളിലെ വയറുവേദന. ഈ വയറുവേദന എന്ന് പറഞ്ഞ് അവരുടെ മാതാപിതാക്കൾ വളരെ ടെൻഷൻ അടിച്ചിട്ടാണ് നമ്മുടെ അടുത്ത് കൊണ്ടുവരാറുള്ളത് കുട്ടികളുടെ വയറുവേദനയിൽ. ശരിയാണ്, വയറുവേദന നമുക്ക് വളരെ കാര്യമായിട്ടും എടുക്കേണ്ടതുണ്ട്, അതേസമയം വളരെ തള്ളിക്കളയേണ്ടതുണ്ട്. അപ്പൊ കുട്ടികളെ സംബന്ധിച്ച് അത് നമുക്കൊരു 3 വിഭാഗമായി തിരിക്കാം. ഒന്ന്, പെത്തോളജിക്കൽ കണ്ടീഷൻസ് കൊണ്ടുണ്ടാകുന്ന വയറുവേദന തന്നെയുണ്ട്. ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് നമ്മുടെ അപ്പൻഡിസൈറ്റിസ് അല്ലെങ്കിൽ പാൻക്രിയാറ്റൈറ്റിസ്, അങ്ങനെ അത് അപ്പൻഡിക്സിന് പഴുപ്പ് ബാധിക്കുക, അല്ലെങ്കിൽ പാൻക്രിയാറ്റൈറ്റിസ് നമ്മുടെ ദഹന ഗ്രന്ഥിക്ക് പഴുപ്പ് ബാധിക്കുക, ഇതൊക്കെ എമർജൻസി തന്നെയാണ്, ഇല്ലാന്ന് പറയുന്നില്ല. അതുപോലെ ഇൻഡസെപ്ഷൻ എന്ന് പറയും, അതായത് കുടലുമ കയറുന്ന അസുഖം. ഇതൊക്കെ പക്ഷേ നമുക്ക് ഒരു 10% അല്ലെങ്കിൽ 15% ഒതുക്കാവുന്നതേ ഉള്ളൂ. ബാക്കി വരുന്ന 85% രോഗങ്ങളും മിക്കവാറും, അതായത് ഒരു 60% മുതൽ 70% വരെ കേസുകളും ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേകിച്ചും കാരണങ്ങളൊന്നുമില്ലാത്ത ചെറിയ ചെറിയ പ്രശ്നങ്ങളെ കൊണ്ടുണ്ടാകുന്ന വയറുവേദനകളാണ്. അതായത് മെയിൻലി നമ്മുടെ ഇപ്പോഴത്തെ ആഹാര രീതികളാണ് അതിന് ഒരു മെയിൻ കാരണം. അത് ഇപ്പോൾ തലേന്ന് കഴിച്ച എന്തെങ്കിലും ഫാസ്റ്റ് ഫുഡ് ഐറ്റംസോ അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ ബേക്കറി സംബന്ധമായ ഭക്ഷണങ്ങൾ കഴിച്ച ദിവസങ്ങളിലോ ശോധന ഇല്ലാതിരിക്കുന്ന സമയത്തുമാണ് ചിലപ്പോൾ ചെറിയ ചെറിയ വേദനകളാണ് വരിക. ഇതിന് നമ്മൾ കൂടുതൽ വ്യാകുലപ്പെടേണ്ടതില്ല. ഇത് പലപ്പോഴും നമ്മുടെ ഭക്ഷണ കാര്യങ്ങളെ കൊണ്ട് മാത്രം ഉണ്ടാവുന്ന വേദനകളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ എന്തു തന്നെയായാലും നമ്മുടെ ഇപ്പോൾ ഉണ്ടാവുന്ന പല അസുഖങ്ങൾക്കും, പല വയറുവേദന സംബന്ധമായ അസുഖങ്ങളുടെയും മെയിൻ കാരണങ്ങൾ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണ രീതികളും നമ്മുടെ ജീവിത രീതിയിൽ നിന്നും മാത്രം ഉണ്ടാവുന്നതാണ്. പിന്നെ ഒരു 10% വേദനകൾ അടുത്ത ഉണ്ടാവുന്ന ഒരു ശതമാനം ഞാൻ പറയാണ്. അതായത് ഞാൻ ആദ്യം പറഞ്ഞു 10% പെത്തോളജിക്കൽ കണ്ടീഷൻസ് ആണ്, ബാക്കി 70% ഇതുപോലുള്ള കണ്ടീഷൻസ് ആണ്. ബാക്കി വരുന്ന ഒരു 20% അത് വരുന്നത് കുട്ടികൾക്ക് ടെൻഷൻ. ഇപ്പൊ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് ചില കുട്ടികൾക്ക് മടി കൊണ്ടാണെന്ന് നമ്മൾ പറയും, അല്ലാത്തവർക്ക് ചിലർക്ക് സ്കൂളിൽ പോകുമ്പോഴുള്ള ആ ഒരു ടെൻഷൻ കൊണ്ടുള്ള വേദനകളുണ്ട്.